ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടേസ്റ്റി ചിക്കൻ വരട്ടിയതാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ നന്നായി കഴുകി അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഓക്കെ, മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു നല്ല കട്ടി ചീനച്ചട്ടി വെച്ചിട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പെരിഞ്ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 to 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ തേങ്ങ കഷ്ണം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു 1 to 1.25 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി പിന്നെ ഒരു വലിയ 3 സവാള നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് കുറച്ച് സമയമെടുത്ത് വഴറ്റിയെടുക്കണം. ഈ ഒരു കളർ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വഴറ്റിയിട്ട് ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 to 1/4 ടീസ്പൂൺ. കുറച്ച് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാലയൊക്കെ നല്ല മൂത്ത് നല്ലൊരു മണം വരണം കേട്ടോ. അപ്പോൾ ആ ഭാഗം വരെ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തക്കാളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതും വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചിക്കനുമായിട്ട് ഈ മസാല ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് നന്നായി ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ചിട്ട് ഇതിനെ അടച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ വേണ്ടൂ. കാരണം നമ്മളിത് ഒന്ന് വരട്ടിയിട്ട് എടുക്കുകയാണ്, നമ്മളിത് ഗ്രേവിയുള്ള കറിയല്ല. ഓക്കെ, അപ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം ആക്കുമ്പോഴേക്കും ഇതാ നല്ല പരുവത്തിൽ വരും. ഇതുപോലെ ഇരിക്കും. നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. ഇത് ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അറിയിക്കുക. താങ്ക്